പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ കൗതുകവും സന്തോഷവുമുള്ള ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ എടത്വ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എനിക്ക് പറയാനായിട്ട് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ സന്തോഷം, അങ്ങേ കാണാനായിട്ട് തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പേരും മറ്റു കാര്യങ്ങളൊന്നും, പേരെന്താണ് സാറിൻ്റെ? എൻ്റെ പേര് സിനു എന്നാണ്. സിനു എന്നാണ്. ഇപ്പോഴും ഞങ്ങൾ പ്രധാനമായിട്ട് അങ്ങ് വലിയ തോതിൽ പന്നിയെ വളർത്തുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എത്ര വർഷമായിട്ട് അങ്ങനെ പന്നിയെ വളർത്തുന്നുണ്ട്? ഏകദേശം ഞാനൊരു 3 വർഷമായിട്ട് പന്നിയെ വളർത്തുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് പന്നിയെ വളർത്തിയിട്ട് ഇറച്ചിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക. എന്താണ് നമ്മൾ പ്രധാനമായിട്ട്? ഇത് 2 തരത്തിൽ നമുക്ക് ഉപകാരമായിട്ടുണ്ട്. ഞാൻ ആദ്യം മീറ്റ് പർപ്പസിലാണ് വളർത്തിയത്. ഓക്കെ. ഏകദേശം 2-2.5-3 വർഷത്തോളം ഞാൻ മീറ്റ് പർപ്പസിൽ വളർത്തി. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം പന്നി വളർത്താതെ തന്നെ പന്നി ഇറച്ചി ആൾക്കാർക്ക് ഇങ്ങനെ, ആക്ച്വലി ഞാൻ പറഞ്ഞാൽ ഞാനൊരു പട്ടാളക്കാരനാണ്. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പന്നിയിറച്ചിയോടുള്ള ഒരു ആഗ്രഹമാണ് എന്നെ സത്യത്തിൽ ഈ പന്നിയിറച്ചിയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് സർവീസിൽ ജോലി ചെയ്തതാണ്. അദ്ദേഹം മിലിറ്ററി ജോലി ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് ഈ പന്നിയിറച്ചിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ രുചി പിടിച്ച ഒരു മനുഷ്യനാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ മേഖലയിലേക്ക് ഇറങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ സാർ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ക്യാമ്പിൽ ഞങ്ങൾ പന്നിയിറച്ചി കഴിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് അമ്മ കുറേ ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം പന്നിയിറച്ചി കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ, അങ്കമാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പന്നി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി നമ്മൾ മറ്റുള്ളവർക്ക് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ ആദ്യം ശ്രമിച്ചു നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് ലൈവ് റേറ്റ് പന്നിക്ക് ഏതാണ്ട് 110 രൂപയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് പന്നിയുടെ ഇറച്ചിയുടെ ഗ്രേഡങ്ങ് മാറി വില കൂടി ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥ, 240 രൂപ ഒരു ലൈവ് വെയിറ്റ് വന്ന ഒരവസ്ഥയായി. അപ്പം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കിത് വളർത്തിക്കൂടാ എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 110 ഏക്കറോളം കൃഷിസ്ഥലമാണ്. ഇവിടെ വീടോ അങ്ങനെയുള്ള സാഹചര്യം, ഈ 110 ഏക്കറിനകത്ത് വീടും മറ്റു സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊരു ഈ സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് സിനു ഇപ്പം പറയുന്നത്. ഇത് ഒരു ഒരു വിജനമായി കിടക്കുന്ന ഒരു പാടശേഖരം, 110 ഏക്കറോളം വരുന്ന ഒരു കുട്ടനാടൻ പുഞ്ചപ്പാടമാണ്. 140 ഏക്കർ വരുന്ന. അപ്പോൾ ഇതിൻ്റെ അടുത്തെങ്ങും താമസക്കാരില്ല. അപ്പം വളരെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ നടത്തണമെന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇവിടെ ഇത് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇത് പന്നി വളർത്തുമ്പോൾ പൊതുവെ സാധാരണ മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം, തൊട്ട അയൽവക്കത്ത് താമസക്കാരുണ്ടെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. ഇതിൻ്റെ സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പ്രത്യേകിച്ച് മണവും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കുന്നില്ല. ഏതാണെങ്കിലും എങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന ശല്യം ആർക്കും ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒഴിഞ്ഞ ഈ പാടശേഖരത്തിൻ്റെ ചിറയിൽ തന്നെ ആ കാര്യം ചെയ്യാനായിട്ട് ഇടയായത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ആദ്യം തുടങ്ങിയത് ഒരു 10 പന്നിയിലാണ്. 10 പന്നി കുഞ്ഞുങ്ങളെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഫാമിൽ കാഞ്ഞിരപ്പള്ളി പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 10 കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്ന് അതിനെ വളർത്താൻ തുടങ്ങി. ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു 80 കിലോളം ആയി. അപ്പം ഞാൻ ഈ 80 കിലോ ആയ പന്നിയെ നമ്മൾ വെട്ടുമ്പോഴേ, പന്നിക്ക് സാധാരണ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വേസ്റ്റ് അങ്ങനെ പോകാനില്ല. അഥവാ പോയാൽ തന്നെ ഒരു 20, 25, 30 കിലോ മാക്സിമം വെയിറ്റ് പോകാറുള്ളൂ. അപ്പോൾ ഒരു പന്നി നമ്മൾ 110 കിലോ അല്ലെങ്കിൽ 120 കിലോ ഉള്ള ഒരു പന്നിയെ വെട്ടിയാൽ നമുക്ക് ഏകദേശം ഒരു 30 കിലോ 40 കിലോയ്ക്കുള്ളിൽ വേസ്റ്റ് കാണില്ല. അപ്പോൾ 90 കിലോയോളം നമുക്ക്, അല്ലെങ്കിൽ 80 കിലോയോളം നമുക്ക് ഇറച്ചി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളീ പറഞ്ഞ പോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു തൊഴിലെന്നുള്ള നിലയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ വളർത്തുന്ന ഈ ജീവിയിൽ നിന്ന് ഏറ്റവും കുറച്ച് വേസ്റ്റ് പോയി ഇറച്ചിയായിട്ട് പരമാവധി കിട്ടുക എന്നുള്ളതാണ്. പന്നി എന്ന് പറയുന്ന കാര്യം ആ കാര്യത്തിൽ ഏറ്റവും ഗുണപ്രദമാണെന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു വരുന്നത്. പിന്നെ അതിനേക്കാൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പന്നി ഇറച്ചി, ഇപ്പം ഞാൻ പറയാണ്, ഞാൻ പന്നി വെട്ടുമ്പം എൻ്റെ ഇറച്ചി വാങ്ങി അതിൻ്റെ റിപ്സ് മാത്രം വാങ്ങാനായിട്ട്, അതായത് റിപ്സ്, അതിൻ്റെ എല്ല്, വാരിയെല്ല്, നട്ടല്, ആ ഒരു സംഭവം വാങ്ങാനായിട്ട് ആൾക്കാർ എന്നെ തപ്പി വരാറുണ്ട്. അതായത് അത് മാത്രം മതി അവർക്ക് ഇറച്ചി. അതിൽ പിന്നെ അത് അവർ ബോയിൽ ചെയ്ത് എങ്ങനെയോ എനിക്കത് ഗ്രില്ല് ചെയ്താണ് തോന്നുന്നത് അത് കഴിക്കുന്നത്. ഏകദേശം എൻ്റെ കയ്യിൽ 10 കിലോ വരെ ഉണ്ടെങ്കിലും അത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അത് ഇറച്ചിയുടെ റേറ്റ് തന്നെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലായി. ഈ ഇതിന്റെ വാരിയല്ലും അതുപോലെ നട്ടലും അതുപോലെയൊക്കെയുള്ള ഭാഗം മാത്രമായി കൊണ്ടുപോകാനായിട്ട് പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെ ആളുകൾ വരാറുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നമുക്കൊരു പക്ഷേ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എല്ലൊന്നും ഇല്ലാത്ത ആ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെയൊക്കെ കണ്ണിലുള്ളത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിന്റെ എല്ലിനും കൂടുതൽ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 പന്നിയെ വളർത്തി. 10 പന്നി വളർത്തിയിട്ട് ഞാൻ നോക്കിയപ്പം ഇത്രയും ദൂരെ എനിക്ക് വള്ളത്തിൽ ഈ സാധനം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
കുട്ടനാട് ഏരിയ ആയതുകൊണ്ട് എനിക്ക് വള്ളത്തെ വരേണ്ടതുണ്ട്. അപ്പം ഇത്രയും ദൂരം വള്ളത്തെ വരികയും ഈ സാധനം ഇവിടെ കൊണ്ടുവരികയും ചെയ്യുമ്പം എഫേർട്ടെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന മൂല്യം കുറവായതും 10 പന്നിയേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടി 10ൻ്റെ കൂടെ അത് 12 കൂടെ ആക്കി. അങ്ങനെ 22 പന്നിയിൽ ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ താങ്കൾ വീട്ടിൽ നിന്ന് വള്ളത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്? ഇപ്പം വീട്ടിൽ നിന്ന് എന്തും വേണ്ടി ദൂരമുണ്ട്? ഇത് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് വീട്ടിൽ നിന്ന് വള്ളത്തെ വരണം. വളരെ സുന്ദരമായിട്ടുള്ള കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിയാണ്. എനിക്ക് തോന്നുന്നത് ഏത് ടൂറിസ്റ്റുകൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണിത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്താണ് ഈ പന്നി ഫാം നടത്തുന്നത്. വള്ളത്തിലാണ് വരുന്നത്. ഏതാണെങ്കിലും മനോഹരമായ ഒരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം പറയാനുള്ള കാര്യം കൂടെ നമുക്കിപ്പോൾ കേൾക്കാം. അപ്പോൾ അങ്ങനെ തുടങ്ങി. ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ടായി തുടങ്ങി. പിന്നെ ഞാൻ അത് പതുക്കെ റിക്കവർ ചെയ്തെടുത്തു. പിന്നെ എനിക്കിവിടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ തുടങ്ങി. ഞാൻ അതിനെ വളർത്തി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വാങ്ങിച്ച പൈസയും എനിക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാ കുഞ്ഞുങ്ങളെ കൂടെ കിട്ടി. നമ്മളെ ഒരു കൃഷിയിൽ നമുക്ക് ഈ പറയുന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മൾ മുടക്കിയ മുതലിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് കൃഷിയുടെ ഏറ്റവും വലിയ വിജയം. എനിക്ക് തോന്നുന്നത് പന്നി വളർത്തലിനെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഇനി എൻ്റെ പണിയിലേക്ക് ഇവിടെ ആരും താമസക്കാരില്ല. ഞാൻ തന്നെയാണ് ഇതിനെ നോക്കുന്നത്. എൻ്റെ ഒരു 2 പട്ടികളുണ്ട്. അവരാണ് സത്യത്തിൽ ഇതിനെ നോക്കുന്നത്. ഞാൻ അതുങ്ങളെ കാണിച്ചു തരാം. അവരാണ് ഇതിനെ നോക്കാൻ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക്. ഏതാണേലും പ്രിയപ്പെട്ട സുഹൃത്ത് സിനു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹം ഈ പന്നി ഫാമിനുള്ളിൽ അതിൻ്റെ കൂട് വൃത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോ കൂടുകളിലും പന്നിക്കുഞ്ഞുങ്ങളുടെ വലിയ ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. പന്നിക്കൂട് അദ്ദേഹം പമ്പ് സെറ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണിത്. തൊട്ടടുത്ത് വളരെ സുന്ദരമായി വെള്ളം ഒഴുകുന്ന പമ്പാ നദിയുടെ ഒരു കൈവഴിയുണ്ട്. ഇരുവശങ്ങളും വളരെ മനോഹരമാണ്. അദ്ദേഹം പന്നിക്കൂട് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ ഭക്ഷണം കൊടുക്കുന്ന എത്ര സമയം കൊടുക്കും? ഭക്ഷണം എത്ര നേരം കൊടുക്കും? രാവിലെ 1 നേരം കൊടുക്കുള്ളൂ. ഏകദേശം ഒരു 9:30 അല്ലെങ്കിൽ 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കും. അത് ആദ്യം വന്നൊന്ന് കൂട് കഴുകി ഭക്ഷണം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 9:30-10 മണി വരെ നമ്മളിവിടെ നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളങ്ങ് പോകും. പിന്നെ വരുന്നത് 2-3 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും. രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്താറുള്ളത്? സാധാരണ ഞാൻ 8:30 ആകുമ്പോൾ ഇവിടെ 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ആ സമയത്ത് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അതായത് ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേക്കും. എഴുന്നേറ്റ് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കും. 6 മണിക്ക് പള്ളി കുർബാനയുണ്ട്. കുർബാനയ്ക്ക് പോകും. കുർബാന കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞ് വേസ്റ്റ് എടുക്കാനായിട്ട് പോകും. അല്ലെങ്കിൽ എരുമ കിടക്കും. അത് ശരിയാ. അപ്പൊ ഇതല്ലാതെ അങ്ങേക്ക് വേറെ കൃഷിയൊക്കെ ഉണ്ട്. എരുമയുണ്ട്. എരുമ കിടക്കും. എരുമ കിടന്ന് ആ പാലുമായിട്ട് വണ്ടിയിൽ പോകും. അപ്പൊ പോകുന്ന വഴിക്ക് പാലും കൊടുക്കും. വേസ്റ്റ് കൊടുത്ത് തിരിച്ചു വരും. ഏകദേശം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 8:30 അല്ലെങ്കിൽ 8:30 സമയമാവും. 7:30 ആകുമ്പോൾ പോകും. 8:30 ആകുമ്പോൾ 1 മണിക്കൂറാണ് എന്റെ സമയം. ഞാൻ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാനും വൈഫുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരും. ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറി ഉണ്ട്. അങ്ങോട്ട് കുറെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ വരും ഒരു 9:30-10 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങള് കഴുകത്തില്ല. രാവിലെ കഴുകത്തില്ല. വലിയ സമയത്ത് കഴുകും. പിന്നെ ഫുഡ് അത് കഴിഞ്ഞ് പിന്നെ കഴുകില്ല. ഇപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് താങ്കൾ ഇപ്പൊ ഏതാണ്ട് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണ്? അത് ഇവര് നമ്മൾ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൂട് കഴിയുന്നതാണ്. അത് ശരിയാ. ഒരു സംഭവം ഇവര് ദേഹം നനഞ്ഞ് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് ലഘുഭക്ഷണം വേണം. അത് ശരി. ഓക്കെ. കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും നമ്മൾ ചായ കുടിക്കുന്നവരുടെ കടി കഴിക്കുന്നതാണൊക്കെ ഇവർക്ക് കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണം. അല്ലെ ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് അലച്ചോണ്ട് സൈലന്റ് അല്ലേ. കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പന്നിക്കുട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഒരു ചെറിയ ഇപ്പൊ വളരെ നോക്കിക്കേ, ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം നമുക്കും തോന്നുന്നുണ്ട്. ഏതാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ച. പല നിറത്തിലുള്ള പന്നിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടല്ലോ. ഇത് പന്നിക്കുഞ്ഞുങ്ങളുടെ കസേര കളിയാണെന്ന് തോന്നുന്നല്ലോ. ഇവരെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവർ ഓടി നടക്കുകയാണ് ഇതിനുള്ളിൽ. വളരെ രസമുള്ള ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ
എന്താ സാർ ഇതിനകത്ത് പല നിറത്തിലുള്ള പന്നികളെ കാണുന്നത്? ഞാനിവിടെ വളർത്തുന്നത് ലാർജ് വെയിറ്റും ഡ്യൂറോക്ക് എന്ന് പറഞ്ഞ രണ്ടാണ്. ഓക്കെ ഓക്കെ. ഡ്യൂറോക്ക് ആണ് ഈ ചുമന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ആ കാണുന്നത്. ശരി, അത് ഡ്യൂറോക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബ്രീഡിനെ കാണിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേതിനത്തിൽപ്പെട്ട സാർ? ഇത് ലാർജ് വെയിറ്റ് ആണ്. ലാർജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് വെയിറ്റ് ആണ്. ഇത് മീറ്റ് പർപ്പസിലേക്ക് വളർത്തുന്നതാണ്. പക്ഷേ ഇതിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മൾ നോക്കി കണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് എണ്ണ കുറവാണ്. അത് ശരി. 10 കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പന്നിക്ക് സാധാരണ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞുങ്ങൾ വളരെ ഒത്തിരി എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നു പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടത്തില്ല. ഒരു കുഞ്ഞുങ്ങൾ ഞാനിപ്പോ എനിക്ക് എന്റെ ഈ ഫാമില് 13 കുഞ്ഞുങ്ങളെ പ്രസവിച്ച പന്നി വരെയുണ്ട്. ഓ, അത് ശരി. 13, ഒരു ഒറ്റ പ്രസവത്തിന് 13 കുഞ്ഞുങ്ങൾ. സാധാരണ പന്നി പ്രസവിച്ചു കഴിഞ്ഞാൽ സാധാരണ എത്ര കുഞ്ഞുങ്ങൾ വരെയൊക്കെ നമുക്ക് ലഭിക്കാം? മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 8-9 കുഞ്ഞുങ്ങൾ വരെയൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു 13 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് 13 കുഞ്ഞുങ്ങളെ തന്ന പന്നിയുണ്ട് ഇവിടെ. അത് ശരി. ഒരു കർഷകന്റെ ആ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിനെ വളർത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. 13 കുഞ്ഞുങ്ങളെ വരെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാതെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പരിചയത്തിൽ അദ്ദേഹം പറയുകയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ 13 കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 13. ഇപ്പൊ ഈ രണ്ട് ഞാൻ സാധാരണ പ്രസവിപ്പിക്കാൻ നേരം ഈ 2 പന്നികളെ ഒന്നിച്ച് ബ്രീഡ് ചെയ്യിക്കാറുണ്ട്. ഓ ശരി. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 പന്നികൾ ഒന്നിച്ച് ബ്രീഡായി അതിന് 10 കുഞ്ഞുങ്ങളോ 20 കുഞ്ഞുങ്ങളോ ഉണ്ടായാൽ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ 2 പന്നികളിലും കൂടി അതിന് പാല് കൊടുക്കും. ഇത് നമ്മളെ ഒരുപക്ഷെ ഈ പന്നിയെ വളർത്തുന്ന കർഷകർക്കുള്ള ഒരു തിരിച്ചറിവിന്റെ വേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. 2 പന്നികളെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അത് പ്രസവിക്കുന്ന ഒരേപോലെ പ്രസവിച്ചാൽ, ഒരു സമയത്ത് പ്രസവിച്ചാൽ ഈ 2 പന്നികളും ഈ പറയുന്ന 2 പന്നികളുടെ കുഞ്ഞുങ്ങളെയും പാല് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ തമ്മിൽ വഴക്കുണ്ടാക്കില്ല. അവർ 2 പേരും കിടക്കും. 2 പേരുടെയും പാല് ഈ കുഞ്ഞുങ്ങൾ മാറി കയറി കുടിക്കും. നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഈ കൂട്ടിൽ 2 പന്നികൾ കിടപ്പുണ്ട്. ആ പന്നികള് ഈ കൂട്ടിൽ കിടക്കുന്ന 2 പേരുടെയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പന്നിക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതായത് ഈ ഒരു പന്നിക്ക് പാല് കുറവാന്നിരിക്കണം. അപ്പൊ ആ പാല് മറ്റേ പന്നി കവർ ചെയ്യും. ഓ ശരി ശരി. അപ്പൊ ഏതെങ്കിലും കുറവ് ഏതെങ്കിലും പന്നിക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ മറ്റേ പന്നി അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് വളർത്തിയ പരിചയത്തിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് പറയുന്നു തോന്നുന്നു. അതായത് പന്നിക്കുഞ്ഞുങ്ങൾ നശിക്കത്തില്ല. ഇപ്പൊ തന്നെ ഈ പന്നിക്കുഞ്ഞിന്റെ ഗ്രോത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. തീർച്ചയായും നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്നതിൽ ക്രോസ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന പെണ്ണുങ്ങളാണ്. ഇതിന് പെണ്ണുങ്ങൾ മോശമാണ്. ഇതിനെ നമ്മൾ അറക്കാൻ കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ കൂടെ ക്രോസ് ചെയ്യുന്ന ആണ്. ഡ്യൂറോക്ക് ഇനത്തിൽപ്പെട്ട ആളാണ്. അതാണ് ആള്. അവര് നീളം കൊണ്ട്. അതേപോലെ തന്നെ ഡ്യൂറോക്ക് ഇനത്തിൽപ്പെട്ട പെണ്ണാണിത്. ലാർജ് വെയിറ്റ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടാണ്. പക്ഷേ നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത ക്രോസിംഗിന് ഇടുന്നില്ല. ഇതിപ്പോ ഏകദേശം എത്ര മാസം അല്ലെങ്കിൽ എത്ര നാൾ പ്രായമുള്ളതാണിത്? അത് ഏകദേശം ഒരു 9 മാസം പ്രായമായിട്ടുള്ള ആണിന്. സുഹൃത്തുക്കളെ, ഏകദേശം 9 മാസം പ്രായം മാത്രമുള്ള ഒരു ഡ്യൂറോക്ക് ഇനത്തിൽപ്പെട്ട ഒരു ആൺപന്നിയാണത്. ഇപ്പൊ അത് 140 കിലോ ഉണ്ട്. ഇപ്പോഴത് 140 കിലോ ഉണ്ട്. ഒരു പന്നി കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവൻ ചെയ്യുന്നത് സമൂഹത്തിന്റെ വലിയൊരു സേവനം കൂടിയാണ്. അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏതാണെങ്കിലും ഈ പറയുന്ന 9 മാസം കൊണ്ട് ഏകദേശം 140 കിലോ തൂക്കത്തിലേക്ക് അവൻ വളർന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ട്. ഇത് ഏതാനമാണ് സാറേ? ഇത് ഈ ഡ്യൂറോക്കും ക്രോസ് ഇനമാണ്. ഇത് നിങ്ങൾ പ്രസവിച്ചത് 12 കുഞ്ഞുങ്ങളെയാണ് ഇവിടെ പ്രസവിച്ചത്. 12 കുഞ്ഞുങ്ങൾ ഇവിടെ കൂടെ തന്നെയുണ്ട്. ഒരു വസ്തുവില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 12 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു പന്നി അമ്മയാണിത്. അതിന്റെ 12 കുഞ്ഞുങ്ങളും ഇവിടെ ഈ കൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കൊരു പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പക്ഷേ ഒരു പന്നിക്കൃഷി നടത്തുന്ന ഒരു മനുഷ്യന്റെ ഫാമിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ്. അതിലും പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് യാതൊരു തരത്തിലുള്ള സ്മെല്ലോ മറ്റു തരത്തിലുള്ള ഒരു കാര്യവുമില്ല. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കൂടുകളൊക്കെ കിടക്കുന്നത്. അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങൾ പരസ്പരം സംസാരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയൊന്നുമല്ല. ഓക്കെ. ഇതിന്റെ അങ്ങേപ്പുറത്തെ കൂട്ടില് അടുത്ത കൂട്ടില് ഈ പുള്ളിക്കാരി പ്രസവിച്ചത് 10 കുഞ്ഞുങ്ങളെയാണ്. ഒരാൾ മാത്രം അവിടെ കയ്യിൽ നിന്ന് പോയി. അത് പറ്റിയത് എന്താന്ന് ചോദിച്ചാല് അതിന്റെ പുക്കിൾ കൂടി പൊട്ടിപ്പോയി. അങ്ങനെ അത് ചത്തുപോയി. പക്ഷെ ബാക്കി 9 പേര് ഇവിടെ കൂടെ തന്നെയുണ്ട്. ഇത് 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയാണ് ഈ കിടക്കുന്നത്. അതിന്റെ ഒരു കുട്ടി മാത്രം നഷ്ടപ്പെട്ടു. ബാക്കി 9 കുഞ്ഞുങ്ങൾ എന്താണ്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഈ കൂടൊക്കെ കഴുകിയപ്പോഴേ ദേഹത്തൊക്കെ വെള്ളം വീണതിന്റെ ആ തണുപ്പിൽ അമ്മയുടെ അടുത്തിരുന്ന് ചൂടൊക്കെ കായുകയാണത്. ഓക്കെ. തൊട്ടടുത്ത കൂട്ടില് ഈ പുള്ളിക്കാരി 8 പേരെ പ്രസവിച്ചു. 7 പേര് പുള്ളിക്കാരുണ്ട്. ഒരാള് വയ്യാതായി പോയി. ഇത് എത്ര മാസം പ്രായമായിട്ടുള്ള ഒരു പന്നിയായിരിക്കും ഇത്? ഈ പന്നിയോ? തള്ളം വന്നിട്ട് 9 മാസമായി. 8ാമത്തെ മാസം ക്രോസ് ചെയ്തു. അല്ല 8 ടൈം ആ ഒരു ബ്രീഡിംഗ് ടൈമിൽ ക്രോസ് ആയി. ഫസ്റ്റ് ഇപ്പം മാക്സിമം വന്നാൽ ഞാൻ ഇതുങ്ങളെ വളർത്താൻ തുടങ്ങിയിട്ട് ജൂലൈ മാസത്തിലാണ് വളർത്തിയത്. ജൂലൈയിൽ തുടങ്ങിയതാണ്. അപ്പൊ ജൂലൈയിൽ 1 മാസം കൂട്ടിക്കും. 1 മാസം ആയപ്പോഴാണ് ഞാൻ ഇതുങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. ഏകദേശം ഒരു
9 മാസം 10 മാസത്തിനടുത്തായിട്ടുണ്ട്. ഈ 10 മാസം ആയപ്പോഴത്തേക്ക് അവള് ഏകദേശം 10 എത്ര കുഞ്ഞുങ്ങളാന്ന് പറയുന്നത് അതിന്? അവർക്ക് ആദ്യം ഉണ്ടായത് 10 കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പൊ അവരുടെ കൂടെ 8 കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ കൂടെ ഇപ്പൊ 7 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ചത്തുപോയി. ഓ അത് ശരി. ഓക്കെ ഓക്കെ. അങ്ങനെ 7 കുഞ്ഞുങ്ങളുമായിട്ടാണ് ആ തള്ള ഇങ്ങേറ്റ് ഇവിടെ ഈ എന്താണ് അതിന്റെ കൂട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. ഏതാണെങ്കിലും തൊട്ടങ്ങേറ്റത്തെ ഒരു പന്നി കുട്ടനെ കാണുന്നത് അതും ഇതുപോലെ തന്നെ ഇവർക്കും ഉണ്ട് 8 കുഞ്ഞുങ്ങൾ. 7 കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്. ഒരാള് അവരുടെ മരിച്ചുപോയി. ശരി. അപ്പം ഇത് നമ്മൾ പറഞ്ഞു മുമ്പേ പറഞ്ഞ ഡ്യൂറോക്കിന്റെ ക്രോസ് ബ്രീഡാണ്. അപ്പൊ അതിന് 8 കുഞ്ഞുങ്ങളുണ്ട്. അതിന്റെ 8 കുഞ്ഞുങ്ങളുമായിട്ട് അത് കഴിയുകയാണ്. അതേണ്ട ഇവിടെ നമ്മുടെ ഇതന്നെ ഒരു പുറത്തൊരു പട്ടി നടക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ കാവൽക്കാരനെ കാണിക്കാം. ഇതിപ്പം എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാ? പുള്ളിക്കാരി 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. 3 ദിവസമായിട്ടുള്ളൂ. 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒരു കുഞ്ഞു പോയി. ബാക്കി 9 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ച തള്ളയാണിത്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് 24 മണിക്കൂറിനുള്ളിൽ അയൺ ഇഞ്ചക്ഷൻ കൊടുക്കണം. 1 ml അയൺ ഇഞ്ചക്ഷൻ ഇതിനെടുക്കണം. പ്രസവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പന്നി പ്രസവിച്ച് 24 മണിക്കൂറിനുള്ളിൽ 1 ml അയൺ ഇഞ്ചക്ഷൻ കൊടുക്കണം. അതായത് ഇതിന്റെ പ്രശ്നം വെച്ചാൽ പന്നികളെ നമ്മൾ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. യഥാർത്ഥത്തില് പന്നികൾ ഒരിക്കലും വെളിയിൽ ഇറങ്ങി നടക്കുന്നില്ല. അപ്പം ഇവർക്ക് അയൺ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. നിങ്ങൾ കൂട്ടിൽ നിന്ന് മണ്ണിൽ നിന്നാണ് അയൺ കിട്ടുന്നത്. അതിനുള്ള സാഹചര്യം പുറത്തു പോകാത്തത് കൊണ്ട് അതിന് കുറവാണ്, കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അയൺ തീർച്ചയായിട്ടും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അയൺ ഒരു 24 മണിക്കൂറിനുള്ളിൽ അയൺ 1 ml കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് 1 ml കൂടെ കൊടുക്കുക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്തും ഉണ്ടാവും, അവർ ഉഷാറാവും, പാല് കുടിക്കാൻ തന്നെയാവും, അവർ പിന്നെ പാല് കുടിച്ച് അവരങ്ങ് ഇതായിക്കോളും. അല്ല എനിക്കൊരു സംശയം. ഞങ്ങൾ ഇങ്ങോട്ട് മീറ്റ് പർപ്പസിൽ വളർത്തുന്ന ഒരാളാണ്. പുള്ളി മീറ്റിന് പോയി പുള്ളിയെ കൊടുത്തിട്ടേക്കോ. ഇപ്പം ഏകദേശം 150 കിലോ ഉണ്ട് ആള്. ഏകദേശം 150 കിലോ തൂക്കമുള്ള ഒരു പന്നിയാണ്. അതിനെ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതാണ്. ആളിനെ കൃത്യമായിട്ട് വേറെ ആളുകൾ ഇപ്പം തന്നെ വാങ്ങിച്ചിരിക്കുന്ന ഒരു പന്നിയാണ്. എനിക്കൊരു സംശയം അറിയാൻ വേണ്ടി ചോദിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്തെങ്കിലും വീടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടാണെങ്കിലും വളരെ ദൂരെയാണ്, 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതിങ്ങനെ ഒറ്റ മനുഷ്യനും അടുത്തെങ്കിലും കാണുന്നില്ല. ഇതെങ്ങനെ ഇതിന്റെ രാത്രിയിലും എനിക്ക് അതിന്റെ ബ്രീഡ് അറിയില്ല. രാജപാളയം പട്ടിയുണ്ട്, ഞാൻ അതിനെ കാണിക്കാം. ശരി, അവരാണ് സത്യത്തിൽ ഈ കൂട് നോക്കുന്നത്. അത് ശരി. അപ്പൊ അവയുണ്ടാവും ആളെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഒരു വിജനമായ പ്രദേശത്താണ്. ഒരു വലിയൊരു പാടശേഖരത്തിൻ്റെ വശത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുൻവശത്തായിട്ട് തോട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്ത് ആളും അനക്കമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കാവൽ ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സിനു അങ്ങോട്ട് പോകുന്നത്. അതിനെ നോക്കുന്ന ഈ പറയുന്ന ഈ ഫാമിനെ സംരക്ഷിക്കുന്ന കക്ഷികളാണ്. ഓക്കെ. ഇവരാണ് ഇതിൻ്റെ കാവൽക്കാർ. അപ്പോൾ ഇത് രാത്രിയിലത്തെ കാര്യങ്ങളും പകലത്തെ കാര്യങ്ങളും എല്ലാം ഇവർ കാവൽ. ഓ ശരി. ഓക്കെ. ഈ വിശാലമായിട്ടുള്ള ഈ പന്നിക്കൂടിന് കാവലായിട്ട് നിൽക്കുന്നത് ഈ പ്രിയപ്പെട്ട 2 പട്ടികളാണ്. അവരെ എവിടുന്നും അദ്ദേഹത്തിന് ലഭിച്ചതാണ്. പക്ഷെ അതിൻ്റെ കൂറ് വളരെ വലുതാണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പന്നി ഫാമൊക്കെ കണ്ടിട്ട് തിരികെ വരികയാണ്. ഞാൻ അവിടെ വെച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമുക്കവിടെ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ പന്നി കൃഷി എന്ന് പറയുന്നത് ലാഭമാണോ സാറേ? തീർച്ചയായിട്ടും ലാഭമാണ്. നിങ്ങളവിടെ കണ്ട കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു 6 മാസം വളർത്തി കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് 15,000 രൂപ കിട്ടും. കാൽക്കുലേറ്റ് ചോദിക്കും 13 ലക്ഷത്തിന് മേളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ അവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? അവിടെ 89 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഈ പരിപാടി ലാഭമുള്ള ഒരു പരിപാടിയാണ്. കഷ്ടപ്പാട് അതുപോലെ ഉണ്ട്. ഏതാണെങ്കിലും നന്നായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. അദ്ദേഹം പന്നി ഫാമിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഇത് വളരെ നല്ല രസകരമായ ഒരു യാത്ര കൂടിയായിരുന്നു. കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ രസകരമായൊരു യാത്രയാണ്. പക്ഷേ ഇത്ര രസിച്ച് ഒരു പന്നി ഫാമൊക്കെ സന്ദർശിക്കുക എന്ന് പറയുന്നത് എനിക്ക് വന്നത് നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് വള്ളം അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ പാത്രങ്ങൾ, എനിക്ക് തോന്നുന്നത് വേസ്റ്റൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. വേസ്റ്റൊക്കെ എടുക്കുന്ന പാത്രങ്ങളും വാഹനമൊക്കെ ഉണ്ട്. ഏതായാലും വീട്ടിലേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്.